ഒരു 2 ദിവസം മുമ്പ് എനിക്ക് വന്ന മെസ്സേജാണ് കേട്ടോ ഇത്. യുവർ ഫ്രണ്ട്സ് മദർ ഹാസ് ഡൈഡ്, യു സീം അൺഅഫക്റ്റഡ് ബൈ ഇറ്റ്. ആരിഫിനെ കേരളത്തിലുള്ള ഒരു ഉസ്താദിനും ഇതുവരെ അറിയില്ലായിരുന്നു. ഏതാരിഫ്, എന്താരിഫ്, എന്ത് എക്സ് മുസ്ലിം, ആരാണ് ഇവരൊക്കെ? പക്ഷെ ഇപ്പോൾ ആരിഫിനെ തെറി വിളിക്കുമ്പോൾ എല്ലാ ഉസ്താദുമാർക്കും ആരിഫിനെ അറിയാം. കാരണം സംവാദത്തിന് വിളിക്കുമ്പോഴൊന്നും ഇവർക്ക് ആരിഫിനെ അറിയില്ലായിരുന്നു. ആരിഫിൻ്റെ ഉമ്മ മരിച്ചപ്പോഴാണ് തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എല്ലാവർക്കും ആരിഫിനെ പരിചയം. സാധാരണ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ പറയാം റെസ്റ്റ് ഇൻ പീസ്, അല്ലെങ്കിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തെങ്കിലും പോസ്റ്റ് എഴുതും. ആരിഫ് എന്തുകൊണ്ട് അങ്ങനെ എഴുതിയില്ല? നമ്മുടെ നാട്ടിൽ ഇസ്ലാം വിട്ട ഒരാളോട് അവർ പറയുന്ന ആശയങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാവുന്നതാണ്. അവരായിട്ട് ഡിബേറ്റിൽ ഏർപ്പെടാവുന്നതാണ്. അവരെ പബ്ലിക്കായിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ്? ഒരാൾ മതവിമർശനം നടത്തി കഴിഞ്ഞാൽ അയാളുടെ ഫാമിലി ലൈഫ് ചെക്ക് ചെയ്യുക, അയാളുടെ പേഴ്സണൽ മാറ്റേഴ്സിൽ പോയിട്ട് ഇടപെടുക, അയാളുടെ ജോലി സ്ഥലത്ത് ചെന്നിട്ട് ഉപദ്രവിക്കുക. ആരിഫിൻ്റെ സ്ഥാനത്ത് അതിലൊക്കെ ഒരു പടി മുന്നോട്ട് പോയി പ്രായമായിട്ടുള്ള ഒരു ഉമ്മയെ വിളിച്ച് ദ്രോഹിക്കുക. ആരിഫിൻ്റെ ഉമ്മയെ വിളിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടതാണ്. കേട്ടാൽ അറപ്പ് തോന്നിക്കുന്ന അക്യൂസേഷൻസ് ഒക്കെ ആയിരുന്നു അവർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആരിഫിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും ആൾ പറയുന്ന എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് എതിർപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാന്യമായി അറിയിക്കുക. വീട്ടുകാരെ വിളിച്ച് അവരുടെ പാസ്റ്റ് ചകഞ്ഞ് അവരുടെ ജോലി സ്ഥലത്തൊക്കെ പോയി ബുദ്ധിമുട്ടുണ്ടാക്കി അതൊക്കെ ചെയ്യുന്നത് ശരിക്കും വിശ്വാസികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണോ? ഇപ്പം ഒരാൾ കല്യാണം കഴിച്ചു, കല്യാണം നല്ലപോലെ മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തു. അതൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അത് കല്യാണം കഴിക്കാനും ഡിവോഴ്സ് ചെയ്യാനുള്ള റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട്. എന്നുവെച്ചാൽ ഡിവോഴ്സ് ആയിട്ടുള്ള ആളുകൾ മതവിമർശനം നടത്തരുത് എന്നാണോ? മാതാവിന് വേണ്ടി ഒരുപാട് കഥകളും കവിതകളും മാതൃസ്നേഹം വർണ്ണിക്കാൻ ഒരുപാട് സാഹിത്യരചനകളും ഒക്കെയുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ. എന്നാൽ ഇങ്ങനെ കവിതകളും കഥകളൊക്കെ എഴുതി അമ്മയാണ് തായെ, അമ്മയുടെ നിന്റെ കാലിലാണ്, നിന്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്നൊക്കെ പറഞ്ഞ് കവിതകൾ എഴുതുന്ന നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം നടക്കുന്നത്. ഈ വെസ്റ്റേൺ കൺട്രീസിലൊന്നും അമ്മേ നീ ദേവിയാണ് എന്നൊന്നും പറഞ്ഞ് ഒരുപാട് കവിതകളും കഥകളും നിന്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ട് ഒരു സാഹിത്യരചനകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ കുറവാണ്. ശരിക്കും എന്തായിരിക്കും അതിന് കാരണം? നിങ്ങൾ എന്തിനാണ് ഒരുപാട് ഇങ്ങനെ പുകഴ്ത്തി എഴുതുന്നത്, മാതൃസ്നേഹത്തെ വർണ്ണിച്ച് പുകഴ്ത്തി എഴുതുന്നതും എന്നാൽ പ്രവൃത്തിയിൽ അത് കാണാത്തതും? നിങ്ങൾക്ക് അത്രയും മാതൃസ്നേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരിഫിൻ്റെ മദറിനെ വിളിച്ചിട്ട് ഇത്രയും മോശ രീതിയിൽ സംസാരിച്ച് അവരുടെ ഉള്ളെടുക്കാൻ നോക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മദറിനായിട്ടും ഫാദറിനായിട്ടും നല്ലൊരു ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വേൾഡ് വ്യൂ വെച്ചിട്ടായിരിക്കും നിങ്ങൾ വേൾഡിനെ മോഡൽ ചെയ്യുക. നിങ്ങളുടെ പാരൻസിനായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമാണെന്നുണ്ടെങ്കിൽ ഇന്നസെൻ്റ് ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യും ബാക്കി എല്ലാവർക്കും അതേ ബന്ധമാണെന്നുള്ളത്. എല്ലാവരുടെയും പാരൻസും ചിൽഡ്രനായിട്ടുള്ളത് ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല. നമ്മളുടെ ലൈഫും നമ്മൾ വളർന്ന ചുറ്റുപാടും എങ്ങനെയാണോ ആ ഒരു എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ വേറെ ആൾക്കാരുടെ ലൈഫ് എങ്ങനെയാണെന്ന് മോഡൽ ചെയ്യുക. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് പഴഞ്ചൊല്ലുണ്ട്, തള്ള ചവിട്ടിയ കുട്ടി ചാവില്ല എന്നൊക്കെ. ശരിക്കും തള്ള ചവിട്ടിയ കുട്ടി ചാവും. ചവിട്ട മാത്രമല്ല, തള്ള ഒരു ചെറിയ അടി അടിച്ചവരെ ആ ട്രോമ കുട്ടിയുടെ മനസ്സിൽ എല്ലാ കാലത്തും നിലനിൽക്കും. ആരിഫ് ഇടയ്ക്ക് പറയാറുണ്ട് എല്ലാ മതങ്ങളും ഒരുപോലെയല്ല, സമാധാന മതം വിട്ടാൽ വേറെ മതങ്ങൾ വിട്ട പോലെയല്ല എന്നുള്ളത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള സൈബർ അറ്റാക്ക് വരുന്നത് മതം വിട്ടതിൻ്റെ പേരിൽ ആരിഫിൻ്റെ ഉമ്മ ആരിഫിനെ എന്തൊക്കെയോ പറഞ്ഞു, അതൊക്കെ നിങ്ങൾ കണ്ടതാണ്. സോ ഒരു മതം വിട്ടു എന്നുള്ള ഒരു ചെറിയൊരു ഇഷ്യൂവിന് വേണ്ടിയിട്ട് സ്വന്തം മകനെ തള്ളി പറയണമെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം മകന് മരിച്ചിരുന്നു എന്ന് ആഗ്രഹിക്കണമെങ്കിൽ അത് നമ്മുടെ ആ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന വൈറസിൻ്റെ ഒരു ഗുണമാണ്. ഇപ്പം മകൻ എന്തെങ്കിലും കൊലപാതകം ചെയ്തിട്ടോ അല്ലെങ്കിൽ മോഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആളെ മാനഭംഗപ്പെടുത്തിയിട്ടോ എന്നതിനൊന്നും പേരിലല്ലോ സ്വന്തം ഉമ്മ ആരിഫിനെ തള്ളി പറയുന്നത്. ആരെങ്കിലും കൊല്ലണം, അവനെ കൊന്നോട്ടെ എന്ന് ആഗ്രഹിക്കുന്നതൊക്കെ, ചോറിൽ വിഷം തന്ന് കൊല്ലുമെന്നൊക്കെ ഉമ്മ പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ മാതൃസ്നേഹം എന്നൊന്നും പറഞ്ഞ് ആരും വരണ്ട. കാരണം ഒരു കുട്ടി അവരുടെ എത്ര അബ്യൂസീവ് ആയിട്ടുള്ള പാരൻ്റ് ആണെങ്കിലും ചിൽഡ്രൻ ആർ ഡ്രിവൺ ടു ഗോ ടു ദെയർ പാരൻസ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു മദറിൻ്റെ അടുത്ത് ഒരു കുട്ടീനെ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ആ മദറിൻ്റെ അടുത്ത് തിരിച്ചു പോകാനായിട്ട് കാര്യം. കുട്ടികൾ അങ്ങനെ വയേർഡാണ്. പാരൻസിനെ ലവ് ചെയ്യാനും പാരൻസിനെ കെയർ ചെയ്യാനും കുട്ടികൾ വയേർഡാണ്. അപ്പോൾ ആ ഒരു ബന്ധം ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ പാരൻസ് അത്രത്തോളം കുട്ടികളെ തള്ളി പറയുക അല്ലെങ്കിൽ കുട്ടികളെ അബ്യൂസ് ചെയ്യുക, അങ്ങനെ ആയിരിക്കും. അബ്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ അടിക്കണം എന്നില്ല, കുട്ടികളെ മനസ്സ് വിഷമിപ്പിക്കുന്ന വളരെ ഡീപ്പായിട്ട് ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം ഈ ഒരു കേസിലാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ വിഷം തന്ന് ചോറിൽ വിഷം തന്ന് കൊല്ലുമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആർക്കായാലും ഇപ്പം നിങ്ങൾ മദർ നിങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് എനിക്കും. അത് ആരിഫിനോട് ഇൻഡിവിജ്വലായിട്ട് ആരിഫ് എന്നൊരു വ്യക്തിയോടുള്ള ദേഷ്യമില്ല, ആരിഫിൻ്റെ ബിഹേവിയറിനോടുള്ള പ്രശ്നമില്ല. ആരിഫ് ഈ സമാധാന മതം വിട്ടു എന്നുള്ള ഒരൊറ്റ പേരുകൊണ്ടാണ്
ഒരു മാതാവ് തള്ളി പറഞ്ഞത്. ശരിക്കും അവിടെ മാതാവല്ല കുറ്റക്കാരി, ആ മാതാവിൻ്റെ തലയിലുള്ള വൈറസാണ്. ആരിഫിൻ്റെ പോസ്റ്റ് എടുത്ത് നമ്മൾ ഡൈസെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആരിഫ് എന്താണ് പറയുന്നത്? ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് ഉമ്മ പോയി. ഓക്കെ, ഇതിൽ ഫാക്ച്വൽ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഹദീസിലും ഖുറാനിലും എവിടെയെങ്കിലും സ്ത്രീകൾ സ്വർഗത്തിൽ പുരുഷന്മാർക്ക് 72 ഹൂറുകൾ ഉള്ളതുപോലെ സ്ത്രീകൾക്ക് ഹൂറന്മാരുണ്ട് എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് ഒന്നുമില്ലാത്തൊരു സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് സ്വന്തം മോനെ ഒരാൾ തള്ളി പറയുന്നത്. അത് ഈ മതത്തിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഒരാളുടെ തലക്കൊക്കെ തീർന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഇവൻ്റാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർ നിസ്കരിക്കാൻ പറയും, നിസ്കരിപ്പിക്കും. അല്ലെങ്കിൽ ഉസ്താദുമാർ, നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർ പ്രസംഗിക്കും, മക്കളെ നിങ്ങൾ നിസ്കരിക്കണം. എന്നിട്ട് സ്ത്രീകളോട് പറയും നിങ്ങൾ അവരെ അടിച്ച് നിസ്കരിപ്പിക്കണം. അപ്പം ഉസ്താദുമാർക്ക് നിസ്കരിച്ച സ്വർഗത്തിൽ പോകാൻ 72 ഹൂറിമാരുണ്ട്. സ്ത്രീകൾക്ക് അതില്ലല്ലോ. പക്ഷെ എന്നാലും മക്കളെ അടിച്ച് നിസ്കരിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ട്? എനിക്കറിയില്ല എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. കാരണം അത് സ്ത്രീകൾക്ക് അവിടെ ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അടിച്ച് ആ മതം എൻഫോഴ്സ് ചെയ്യിപ്പിക്കുന്നു? അപ്പോൾ മതം എൻഫോഴ്സ് ചെയ്യിപ്പിക്കാൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ റോളാണുള്ളത്. ആണുങ്ങൾ പുറത്തിറങ്ങിയത് പറയും, സ്ത്രീകൾ അത് നിർബന്ധമായിട്ടും വീട്ടിൽ അടിച്ച് ഏൽപ്പിക്കും. നമ്മുടെ നാട്ടിൽ പണ്ട് പറയുമായിരുന്നു, സ്കൂള് മുടക്കിയാലും വലിയ കുഴപ്പമില്ല, പക്ഷെ മദ്രസ ഒരു കാരണവശാലും മുടക്കരുതെന്ന്. അപ്പം ചില അമ്മമാർ ചെയ്യുന്നതാണ്, എത്ര അസുഖം ഉണ്ടെന്നുണ്ടെങ്കിലും, എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്, എത്ര അസുഖം ഉണ്ടെന്നുണ്ടെങ്കിലും മദ്രസയ്ക്ക് ഉന്തിത്തള്ളി മദ്രസയിലോട്ട് പറഞ്ഞേക്കും. കാരണം എന്താണ്? സ്വർഗത്തിൽ ഞാൻ ഒരു സീറ്റ് കൊണ്ട് ഒഴിവായാലോ. പക്ഷേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയിട്ട് നിങ്ങൾക്ക് 72 പോയിട്ട് ഒരു ഹൂറന്മാർ പോലും അവിടെ ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് സ്ത്രീകളെ. ഇപ്പോൾ നമ്മൾ മറ്റേ ഇറാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇറാനിൽ മോറൽ പോലീസിങ്, അതിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ മോറൽ പോലീസിങ്ങിൻ്റെ ടീമായിട്ട് പോലീസിങ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെന്താ ചെയ്യുന്നത്? മുടി കാണുന്ന സ്ത്രീകളെ വാനിൽ തള്ളി കൊണ്ടുപോയിട്ട് ഈ പ്രിസണിലാക്കാണ്. അതിനും ഫ്രണ്ടിൽ നിൽക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ആരിഫിൻ്റെ മദർ പറഞ്ഞത്, നീ വന്ന് അവന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളുടെ വേൾഡ് വ്യൂവിലൂടെ കാണണം. പ്രത്യേകിച്ച് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് ഒരുപാട് വാല്യൂ കാണുന്നൊരു സൊസൈറ്റിയാണ്. ഫാമിലിയാണ് ഏറ്റവും വലുത് എന്ന് വെച്ചാൽ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയും. എന്നിട്ട് ഗുരു എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ പാടില്ല, മാതാവ് എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ പാടില്ല, പിതാവ് എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇത് ശരിക്കും നമ്മളെ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ ഹാനിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മാതാവും പിതാവും ഗുരു എന്നുള്ളതും ഇവർ 3 പേരും പെർഫെക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് അല്ല. അവരും വേൾഡിലുള്ള ഇൻഫർമേഷൻ എടുത്ത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അവർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. അവർ പാരൻറ്റിങ് എന്താണ് അല്ലെങ്കിൽ ടീച്ചിങ് എന്താണ്, എങ്ങനെയാണ് പിള്ളേരോട് പെരുമാറേണ്ടത് എന്നാൽ അവർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇവർ പൊതുവെ എന്താ ചെയ്യുന്നത്? മതം പറയുകയാണ് ഇങ്ങനെയാണ് പിള്ളേരെ വളർത്തേണ്ടതെന്ന്. അപ്പം അതുപോലെ വളർത്തുക. അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പാരൻറ്റിങ് ക്ലാസ്സിന് പോയി ഏതെങ്കിലും ഒരു പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ബുക്സ് എടുത്ത് വായിക്കുക. കുട്ടികളെങ്ങനെ വളർത്താം, അവരെങ്ങനെ സൊസൈറ്റിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ആയിട്ട് വളർത്താം എന്നൊന്നും ആലോചിക്കാണ്ട് അവർ അങ്ങോട്ട് പ്രസവിച്ചു, അതങ്ങനെ ഓട്ടോമാറ്റിക് അങ്ങോട്ട് വളർന്നോളും എന്നുള്ളൊരു ചിന്തയാണുള്ളത്. അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കണ്ടാൽ അടിക്കുകയും ചെയ്യാം. അങ്ങനെ മക്കളെ എങ്ങനെയാണ് തോന്നുന്ന പോലെ വളർത്തിയിട്ട് അവസാനം മക്കൾ നമ്മളെ നോക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം നിങ്ങൾ അവർക്ക് കൊടുത്തൊരു ഇൻപുട്ട് ഉണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കും ഇങ്ങോട്ടൊരു ഔട്ട്പുട്ട് കിട്ടുക. നിങ്ങൾ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ ഈ കുരു പൊട്ടിക്കുന്ന ഒരുപാട് വിശ്വാസികൾ ശരിക്കും എന്താ വിചാരിക്കുന്നത്? നിങ്ങളോട് ഒരാൾ പറയാണ്, നീ എൻ്റെ വീട്ടിൽ വന്നാൽ നിന്നെ ഞാൻ ചോറിൽ വിഷമെന്ന് കൊല്ലുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അയ്യോ അത് വളരെ നല്ലൊരു ഇതായിപ്പോയി, അത് എനിക്ക് വളരെ സന്തോഷമായി, ഇനിയും ഞാൻ നിങ്ങളെ വീട്ടിൽ വരും, ഇനിയും ഞാൻ നിങ്ങളെ വീട്ടിൽ ചോറ് കഴിക്കും എന്ന് പറയണമെന്നാണോ? ആരിഫ് എന്നെ പറയുന്നത് എന്താണ്? ആരിഫ് കണക്ക് കൂട്ടി എഴുതിയതാണ് അതെന്നാണ്. എന്ന് വെച്ചാൽ ആളുകൾ ഈ സ്വർഗം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇൻസൾട്ട് ആവാൻ മാത്രം എന്താണുള്ളത്? സ്വർഗം എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തിനാണ് ഇത്ര ഇൻസൾട്ടഡ് ആവുന്നത്? അതെന്താ നിങ്ങൾക്ക് തന്നെ വളരെ മോശം കാര്യമായിട്ട് തോന്നുകയാണ്? 72 ഹൂറിമാർ മദ്യപ്പുഴ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മോശം കാര്യമായിട്ട് തോന്നിയിരിക്കുകയാണ്. ഇപ്പം ഒരു പൊതുബോധം എന്താണെന്ന് വെച്ചാൽ, വിശ്വാസികളുടെ ഇടയിലുള്ള പൊതുബോധം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വർഗം 72 ഹൂറിമാർ എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് തന്നെ ഒരു അപകർഷതാബോധം വരികയാണ്. കാരണം ഇത് എങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ വന്ന് പറയും എന്ന് ഓർത്തിട്ട്. അത് തന്നെയാണ് ആരിഫ് എഴുതിയിട്ടുള്ളത്. ഹൂറികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളത് ട്രിഗർ ആവുന്നത്? നിങ്ങൾ എന്ത് ട്രിഗർ ആവാൻ മാത്രം എന്താണുള്ളത്? കാരണം നിങ്ങൾക്കറിയാം അതെന്തോ മോശം കാര്യമാണെന്ന്. അപ്പോൾ അതില്ലാത്തൊരു ലോകത്തേക്ക് ഉമ്മ പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇത് മോശം എന്ന് പറയുന്നു? അത് തന്നെയല്ലേ മുത്തുനബി ഹദീസിലും ഖുറാനിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. മുത്തുനബി പറയാത്ത എന്തെങ്കിലും കാര്യം ആരിഫ് പറഞ്ഞിട്ടുണ്ടോ? ഇനി ആരിഫിൻ്റെ വേർഡ്സ്, ആരിഫിൻ്റെ ഫ്രേസിങ്, ആരിഫിൻ്റെ അത് എഴുതിയ ഒരു ലൈൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഇങ്ങനെ ഫ്രേസ് ചെയ്യേണ്ടായിരുന്നു, ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ഫ്രേസ് ചെയ്യായിരുന്നു. പക്ഷെ അതിലുള്ള അർത്ഥം അത് മാറുന്നില്ല. ഒരു അർത്ഥം എന്ന് വെച്ചാൽ ആരിഫ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ ഉണ്ടായ ഗർഭപാത്രം നശിപ്പിക്കണം എന്നൊക്കെ പറയുന്ന ഒരാളുടെ നമ്മൾ ഒരു യൂളജി എഴുതുമ്പോൾ ഫ്രേസിങ്ങിനെ എത്ര കറക്റ്റ് ആക്കിയാലും
അതിലുള്ള അർത്ഥം മാറുന്നില്ല. കാരണം ഇത് ഇത്രയും രീതിയിൽ മകന് മകൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ്? ഇസ്ലാമിനെ തള്ളി പറഞ്ഞു. ആ തള്ളി പറഞ്ഞ കാര്യം എടുത്തു വെക്കാതെ ധൈര്യപൂർവ്വം മുഖം കാണിച്ച് സമൂഹത്തിൽ വന്നിറങ്ങി ജീവന് ഭീഷണി ഉണ്ടായിട്ടും ഈ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുക. എന്നിട്ട് ഇപ്പം ആരിഫിനാണെന്നുണ്ടെങ്കിൽ ആരിഫ് എക്സ് ഹോമിയോപാത്താണ്. ഹോമിയോ ക്ലിനിക് ഇട്ട് നല്ല രീതിയിൽ നല്ല ഇൻകം ഉണ്ടായി ജീവിച്ചു പോകുന്ന ഒരാളായിരുന്നു. അദ്ദേഹം അത് ഉപേക്ഷിച്ചു. കാരണം അദ്ദേഹത്തിന്റെ ബോധ്യം അദ്ദേഹം ട്രാൻസ്പെറന്റ് ആയിട്ട് ഹോമിയോ തെറ്റാണെന്ന് തെളിയുകയും അദ്ദേഹം അത് ഒഴിവാക്കുകയും ചെയ്തു. അതുപോലെ ഇസ്ലാം വളരെ കൺസർവേറ്റീവ് ഇസ്ലാമും ഫണ്ടമെന്റലിസ്റ്റ് ഇസ്ലാമും വിശ്വസിച്ചിരുന്ന ആള് ഇതൊക്കെ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയപ്പം അദ്ദേഹം അത് ഒഴിവാക്കി നാട്ടുകാരോട് ഒന്ന് പറഞ്ഞു. ഉള്ളിൽ വിശ്വസിക്കുന്ന കാര്യം പുറത്ത് പറഞ്ഞു എന്നുള്ളൊരു തെറ്റാണ് ആരിഫിൽ കണ്ടത്. ഇനിയിപ്പം യുക്തിവാദികൾ ഇങ്ങനെയാണ്, യുക്തിവാദികളുടെ മൊറാലിറ്റി ഇങ്ങനെയാണ്, ഉമ്മ മരിച്ചാൽ വരെ ഇങ്ങനെയാണ് യുക്തിവാദികൾ പോസ്റ്റ് ഇടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആരിഫിന്റെ മകൻ, നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ ആരിഫിന്റെ മകൻ വന്നിട്ട് ആരിഫിനോട് പറയാണ് കുറച്ച് കാലം കഴിഞ്ഞിട്ട്, ആരിഫ് ഒരു മകനൊരു 10-30 വയസ്സായി. എന്നിട്ട് മകൻ വന്നിട്ട് ആരിഫിനോട് പറയണം, ഞാൻ ഇത്രയും കാലം നിരീശ്വരവാദിയായിരുന്നു, നിങ്ങളൊക്കെ പറഞ്ഞു കേട്ട് ഞാൻ നിരീശ്വരവാദിയായിരുന്നു, ഇപ്പം ഞാൻ ഇസ്ലാമിൽ സ്വീകരിക്കുകയാണെന്ന് പറയുമ്പം ആരിഫ് എന്താ പറയാ? ഇനി നിന്റെ ചോറിൽ വിഷം കൊല്ലുന്നാണോ പറയാം? ഒരിക്കലില്ലോ. ഞാൻ അറിയുന്ന ഒരു യുക്തിവാദികളും അങ്ങനെ പറയില്ല. ഇപ്പം നിങ്ങൾക്ക് ഇസ്ലാമിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. എന്ത് കാര്യങ്ങളാണ് നിനക്ക് അതിൽ അട്രാക്റ്റീവായി തോന്നുന്നത്, ഈ കാര്യങ്ങൾ, ഈ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനൊക്കെ നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രോപ്പറായിട്ട് കൺവെർസേഷൻ ഉണ്ടായിട്ട് പിന്നെയും അതൊന്നും ആൾക്ക് സ്വീകരിക്കാതെ അയാൾക്ക് ഇസ്ലാം സ്വീകരിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ 100% അയാൾ ഇസ്ലാം സ്വീകരിച്ചോട്ടെ. പക്ഷേ യുക്തിവാദികൾ തിരിച്ചങ്ങോട്ട് പറയൂ, നിന്റെ ചോറിൽ നമ്മൾ വിഷം കലക്കി കൊല്ലുന്നൊക്കെ. അങ്ങനെ പറയില്ല. പക്ഷെ അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ അത് ഈ തലയിലുള്ള സമാധാന വൈറസാണ്. ആ സമാധാന വൈറസ് തലയിൽ ഇഞ്ചക്ട് ചെയ്താൽ മാത്രമേ നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മക്ക് മകനെ ഈ രീതിയിൽ തള്ളി പറയാൻ പറ്റുള്ളൂ. ഇത് കേൾക്കുന്ന സമാധാന മതം വിട്ട ആളുകളുടെ പാരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ മക്കൾ സമാധാന മതം വിട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ അവരുടെ ഒരു പ്രോപ്പർ കോൺവെർസേഷൻ നടത്തുക. എന്തുകൊണ്ട് നിങ്ങൾ ഈ മതത്തിൽ വിശ്വസിക്കുന്നില്ല, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഈ മതത്തിൽ വിശ്വസിക്കാത്തത്, ഈ മതം നിങ്ങളെ എങ്ങനെയാണ് ഹേർട്ട് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് വളരെ സമാധാന രീതിയിൽ കൺവെർസേഷൻ ഉണ്ടാക്കുക. എന്നിട്ട് അവർ പറഞ്ഞത് നിങ്ങൾക്ക് കൺവിൻസ് ആയിട്ടില്ലെങ്കിലും അൾട്ടിമേറ്റ്ലി മതം വിടണ്ടയോ, വേറെ മതം സ്വീകരിക്കണോ, മതമില്ലാതെ ജീവിക്കണോ എന്നൊക്കെയുള്ളത് ഒരു അഡൽട്ടായിട്ടുള്ള ഒരാളുടെ ചോയ്സാണ്. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയാണ്, അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും പാകിസ്ഥാനിലും ഒന്നുമല്ല. അതുകൊണ്ട് ഇന്ത്യയിലെ സെക്യുലർ നിയമങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. ഒരാൾക്ക് മതം വിടാനും വിടാതിരിക്കാനും വേറെ മതം സ്വീകരിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് പിന്നെ മക്കളെ ചോറിൽ വിഷം കലർത്തി ജയിലിൽ പോകാൻ നിൽക്കാതെ പ്രോപ്പറായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. ഇനി നിങ്ങൾക്ക് അവരെ സ്വീകരിക്കാൻ വയ്യ, ഇനിയിപ്പോൾ നിങ്ങൾ അവരെ വീട്ടിലേക്ക് കയറ്റുന്നേ ഇല്ല, നിങ്ങൾ അവരുടെ റൂഫിൽ നിങ്ങൾ അവരെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ശരി, അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും. പക്ഷെ അവരെ കൊല്ലാൻ നോക്കാതിരിക്കുക, അവരുടെ ലൈഫ് സബോട്ടേജ് ചെയ്യാതിരിക്കുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പോരാത്തതിന് നമ്മളുടെ പ്രീ കൺസീവ്ഡ് കുറെ നോഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ മാതാവ് ഇങ്ങനെ ആയിരിക്കണം, മക്കൾ ഇങ്ങനെ ആയിരിക്കണം, പിതാവ് ഇങ്ങനെ ആയിരിക്കണം. മക്കളെ അടിച്ചു കൊന്നാലും മക്കൾ തിരിച്ച് മാതാപിതാക്കളെ തിരിച്ചൊന്നും പറയാൻ പാടില്ല. ഒരാള് നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു കുട്ടീനെ ഉപദ്രവിക്കാതിരിക്കുക എന്നത് ആ കുട്ടിയുടെ റൈറ്റാണ്. പാരൻസ് ആ കുട്ടീനെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് ആ കുട്ടിയുടെ റൈറ്റാണ്. ഇപ്പോൾ പാരൻസ് ആ കുട്ടിയെ അടിക്കുകയാണെങ്കിലോ ഇടിക്കുകയാണെങ്കിലോ ആ കുട്ടിക്ക് പാരൻസിനെതിരെ കംപ്ലൈന്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. ഇപ്പം അടുത്താണ് ഒരു ചെറിയ കുട്ടിയെ കൈകൊണ്ട് തൊഴിച്ചിട്ട് കൊന്നത്. കുട്ടികൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. അപ്പം അവരോട് എങ്ങനെ നിങ്ങൾ പെരുമാറുന്നു, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ചിട്ടായിരിക്കും ഭാവിയിൽ മക്കൾ നിങ്ങളോട് പെരുമാറുക. അപ്പം നിങ്ങൾ അയ്യോ ഭാവിയിൽ എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തത് എന്തായാലും അവർക്ക് ഓർമ്മ ഉണ്ടാവും. ഞാൻ അറിയുന്ന എൻ്റെ എല്ലാവരോടും നിങ്ങളെ പാരൻസ് നിങ്ങളോട് എന്തെങ്കിലും ചെറുപ്പത്തിൽ മോശമായിട്ട് പെരുമാറിയത് ഓർമ്മയുണ്ടോ എന്ന് ഓർക്കുമ്പോൾ എല്ലാവർക്കും അത് ഓർമ്മയുണ്ട്. കാരണം അവരുടെ മനസ്സിലത് ട്രോമയായിട്ട് നിലനിൽക്കും. ജാമിദ ടീച്ചറുടെ ഒരു വീഡിയോ ഞാനിപ്പോൾ അടുത്ത് കണ്ടപ്പോഴും ജാമിദ ടീച്ചർ ജീവൻ കൊടുത്ത് സഹായിച്ച ഒരുപാട് പേര് മതം വിട്ടതിന് ശേഷം ജാമിദ ടീച്ചറെ ഒഴിവാക്കി. അപ്പോൾ ഇതുപോലെയാണ് ആരിഫ് സഹായിച്ച ആൾക്കാരാണെങ്കിലും മതം വിട്ടു എന്ന് അറിയുമ്പോൾ ആരിഫിനെ ഒഴിവാക്കും. എൻ്റെ കേസിലും അങ്ങനെയാണ്. എല്ലാവർക്കും മതം വിടാനും വിടാതിരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ സെക്യുലർ നിയമങ്ങൾ, ആ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ മാനിക്കുക. എനിക്ക് അതേ പറയാനുള്ളൂ. താങ്ക് യു.